എന്തിനാണ് ഒരു സുരക്ഷാ സമിതി ഐക്യരാഷ്ട്രസഭയുടെ ഈ പേക്കൂത്തുമില്ല? റഷ്യ ഉക്രൈനെ ആക്രമിക്കുമ്പോൾ ഉക്രൈനോട് സഹതപിക്കുന്ന രാജ്യങ്ങൾ ഗാസയിലെ അവസ്ഥ കാണുന്നില്ലേ എന്ന് റഷ്യൻ ഭരണകൂടം പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഗാസയിൽ അനേകായിരം പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇസ്രായേലിനെതിരെ ഒരു വാക്കുപോലും മിണ്ടാൻ ഉരിയാടാൻ താല്പര്യമില്ലായിരുന്നു. എന്നാൽ റഷ്യയുടെ ആക്രമണ രീതികൾ അത് കാരണം റഷ്യയെ ഫിഫയിൽ നിന്നും വിലക്കുന്നു. റഷ്യ അന്താരാഷ്ട്ര ഒളിമ്പിക്സിൽ നിന്നും എന്നേക്കുമായി വിലക്കണമെന്ന അഭിപ്രായം വരുന്നു. വീറ്റോ അധികാരമുള്ള ഒരു സ്വതന്ത്ര രാജ്യമായിട്ടും റഷ്യ ഇത്രയേറെ ക്രൂശിക്കപ്പെടുകയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ, അതായത് വീറ്റോ അധികാരമില്ലാത്ത രാജ്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് വളരെ വ്യക്തമായി റഷ്യ ചോദിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യ എടുത്തിരിക്കുന്ന തീരുമാനം എന്നത്, ഞങ്ങൾ തിരിച്ച് സോവിയറ്റ് യൂണിയൻ ശക്തമായി അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ഞങ്ങൾ വളരെ വൈകാതെ തന്നെ റഷ്യൻ ഫെഡറേഷൻ എന്ന സംവിധാനം പഴയ സോവിയറ്റ് യൂണിയനാക്കി മാറ്റും എന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുമ്പോൾ ബെലാറസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മാത്രമാണ് നിലവിൽ റഷ്യക്ക് പരിപൂർണമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൂടെ നിൽക്കുന്നത്. അത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മിഡിൽ ഈസ്റ്റിൽ റഷ്യക്ക് അനുകൂലമായ ഒരു വേവ്, അതായത് ഒരു തരംഗം തന്നെ ഉണ്ടാവുകയാണ്. കാരണം മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ വാക്കുകൾ അത്രമേൽ വില കൊടുക്കുന്ന ഒരവസ്ഥ. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ സ്വാധീനം പരിപൂർണമായി വിച്ഛേദിക്കപ്പെടുകയും റഷ്യയുടെ സ്വാധീനം കൂടുതൽ ശക്തിയോടുകൂടി ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥ. അമേരിക്കയുടെ എയർബേസുകളെല്ലാം മിഡിൽ ഈസ്റ്റിൽ ഏത് രാജ്യങ്ങളിലുണ്ടോ അതെല്ലാം തകർക്കുന്ന അല്ലെങ്കിൽ തകർക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഇറാൻ കൊണ്ടുപോവുകയും അതേസമയം റഷ്യക്ക് പുതിയ താവളങ്ങൾ ഒരുക്കാൻ ഈ രാജ്യങ്ങൾ അങ്ങോട്ടേക്ക് റഷ്യയെ ക്ഷണിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയൻ്റെയോ നാറ്റോയുടെയോ അതല്ലെങ്കിൽ സുരക്ഷാ സമിതിയിലെ മറ്റംഗങ്ങളുടെയോ അവരുടെ ഒന്നും സ്വഭാവ സർട്ടിഫിക്കറ്റ് റഷ്യക്ക് നാളിതുവരെ വേണ്ടി വന്നിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി നടക്കാൻ പോകുന്ന പോരാട്ടം എന്നത് ഉക്രൈൻ പിടിച്ചടക്കൽ തന്നെയായിരിക്കും. ഉക്രൈൻ പിടിച്ചടക്കിയാലേ ഇതിനൊരു മറുപടി ആവുകയുള്ളൂ. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ഒക്കെ ഫണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യക്ക് അറിയാം ഈ നടത്തുന്നതൊരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. എന്നാൽ ആ പ്രയത്നത്തിൽ നിന്നും അണുവിട പിന്നോട്ട് മാറാൻ വ്ളാഡിമിർ പുടിൻ എന്ന മനുഷ്യൻ തയ്യാറാകാത്തിടത്തോളം കാലം